So, orbit stabilizer theorem. What is orbit stabilizer theorem? Let G be a finite group of permutations of a set S. Then for any element I from S, then number of elements of the group G is same as product of and number of elements of orbit of I in G. അപ്പോൾ എസ്സിലെ ഒരു എലമെന്റ് ഐ എടുത്തിട്ട് ഐന്റെ സ്റ്റെബിലൈസറും ഐന്റെ ഓർബിറ്റും കണ്ടുപിടിച്ചാൽ അവയുടെ സ്റ്റെബിലൈസറുള്ള എലമെന്റ്സുകളുടെ എണ്ണത്തെ ഓർബിറ്റിലുള്ള എലമെന്റ്സുകളുടെ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടുമെന്ന് പറഞ്ഞു? ഗ്രൂപ്പ് കിട്ടുമെന്ന് പറഞ്ഞു. ഇപ്പൊ ഈ തൊട്ടു മുന്നേ കണ്ട എക്സാമ്പിളിൽ നമ്മൾ കണ്ട കാര്യമാണ് അല്ലെ? ശരി, നമുക്കിവിടെ എന്താ പ്രൂവ് ചെയ്യാനുള്ളത്? നമുക്ക് എന്ത് കാണിക്കണം? ടു ഷോ ദാറ്റ് we want to show that order of G is equal to order of stabilizer of I in G into order of orbit of I in G. That is, it is enough to show that order of G by order of stabilizer of I in G is equal to order of orbit of I in G. Right? We already have ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. We already have stabilizer of I in G is a subgroup of G. അല്ലെ? We have stabilizer of I in G is a subgroup of G. Stabilizer of I in G is a subgroup of G. Then by Lagrange's theorem, then by corollary of Lagrange's theorem, we have ഒരു സബ്ഗ്രൂപ്പിന് ഇൻഡെക്സ് പറയാലോ. ഇൻഡെക്സ് ഓഫ് സ്റ്റെബിലൈസർ ഓഫ് I is, what is the index? Then by corollary of Lagrange's theorem, what is index of stabilizer of I? What is index? Index അല്ലെങ്കിൽ എന്താ പറയാം? Number of distinct left coefficients of stabilizer of I. What is number of distinct left coefficients of stabilizer of I? എടോ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, G ഒരു ഗ്രൂപ്പ് ആണ്, H ഒരു സബ് ഗ്രൂപ്പ് ആണെങ്കിൽ നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്ട് ലെഫ്റ്റ് കോസെറ്റ്സ് ഇസ് ഈക്വൽ ടു, G ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പ് ആണ്, H ഒരു സബ് ഗ്രൂപ്പ് ആണെങ്കിൽ നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്ട് ലെഫ്റ്റ് കോസെറ്റ്സ് ഓഫ് H in G is order of G by order of H അല്ലേ? അതല്ലേ ലഗ്രാഞ്ച് തിയറത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. corollary of Lagrange's theorem പറഞ്ഞ അങ്ങനെയല്ലേ? G ഒരു ഗ്രൂപ്പ് ആണ്, H ഒരു സബ് ഗ്രൂപ്പ് ആണ് എങ്കിൽ G ഒരു ഗ്രൂപ്പ് ആണ്, G ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പ് ആണ്, H ഒരു സബ് ഗ്രൂപ്പ് ഓഫ് G ആണെങ്കിൽ നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്ട് ലെഫ്റ്റ് കോസെറ്റ്സ് ഓഫ് H in G is order of G by order of H അല്ലേ? ശരിയാണോ? അപ്പോ stabilizer is a subgroup of G. Then by Lagrange's corollary of Lagrange's theorem, we have order of G by order of stabilizer of I in G is equal to number of distinct left cossets അല്ലേ? number of distinct left cossets of stabilizer of I. What is number of distinct left cossets of stabilizer of I? That number is called index.
That number is called index. That is order of G by order of stabilizer of I in G is equal to index of stabilizer of I in G. അങ്ങനെ എഴുതുന്ന ഇൻഡെക്സിന്റെ സിമ്പിൾ അറിയാലോ, ഇൻഡെക്സ് ഓഫ് stabilizer of I. This is equation 2. Comparing 1 and 2, what is equation 1? Equation 1 is order of G by order of stabilizer of I is equal to order of orbit. What is equation 2? Order of G by order of stabilizer of I in G is equal to index of stabilizer of I in G. That is equation 2. These two equations right sides are same. That means number of orbits of I in G is equal to number of distinct left cosets of അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പ്രൂവ് ചെയ്താൽ മതി? ഇത് പ്രൂവ് ചെയ്യാൻ നമ്പർ ഓഫ് ഓർബിറ്റ് ഓഫ് അല്ലെ I എന്ന എലമെന്റിന്റെ ഓർബിറ്റിലുള്ള എലമെന്റ്സുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഇവിടത്തെ ലെഫ്റ്റ് കോസെറ്റുകളുടെ എണ്ണമാണെന്ന് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. എന്ത് കണ്ടുപിടിക്കണം? ഓർബിറ്റിൽ I എന്ന എസിലെ എലമെന്റിന്റെ ഓർബിറ്റിലുള്ള എലമെന്റ്സുകളുടെ എണ്ണവും സ്റ്റെബിലൈസറിന്റെ ഡിസ്റ്റിങ്ക്ട് ലെഫ്റ്റ് കോസെറ്റ്സുകളുടെ എണ്ണവും സെയിം ആണെന്ന് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. അപ്പൊ രണ്ട് സെറ്റുകളിലെ എലമെന്റ്സ് സെയിം ആണെന്നല്ലേ പ്രൂവ് ചെയ്യണ്ടേ? അല്ലേ? From 1 and 2 we want to prove the number of distinct left cosets, അതാണ് ഇക്വേഷൻ നമ്പർ 2ന്റെ റൈറ്റ് സൈഡ്. നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്ട് ലെഫ്റ്റ് കോസെറ്റ്സിന്റെ എണ്ണത്തെയാണ് നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്ട് ലെഫ്റ്റ് കോസെറ്റ്സുകളുടെ എണ്ണത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻഡെക്സ് എന്ന് വിളിക്കുന്നത്. ആ ഇൻഡെക്സ് ആണ് അവിടെ നിൽക്കുന്നത് അല്ലെ. The number of distinct left cosets of stabilizer of I in G is same as the number of distinct elements of distinct elements of orbit of I in G. ഓക്കെ, നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? സ്റ്റെബിലൈസർ എന്ന സബ്ഗ്രൂപ്പിന്റെ ലെഫ്റ്റ് കോസെറ്റ്സുകളുടെ എണ്ണവും ഓർബിറ്റിലെ അല്ലെ ഇവിടെ I എന്ന എലമെന്റിന്റെ സ്റ്റെബിലൈസർ സബ്ഗ്രൂപ്പിന്റെ എലമെന്റ്സുകളുടെ എണ്ണം, സ്റ്റെബിലൈസർ സബ്ഗ്രൂപ്പിന്റെ എലമെന്റ്സുകളുടെ എണ്ണമല്ല, ഡിസ്റ്റിങ്ക്ട് ലെഫ്റ്റ് കോസെറ്റ്സിന്റെ എണ്ണം അല്ലെ. I എന്ന എലമെന്റിന്റെ സ്റ്റെബിലൈസർ ആവുന്ന സബ്ഗ്രൂപ്പിന്റെ ഡിസ്റ്റിങ്ക്ട് ലെഫ്റ്റ് കോസെറ്റ്സുകളുടെ എണ്ണവും I എന്ന എലമെന്റിന്റെ എവിടത്തെ എലമെന്റ് എസിലെയാ I എന്ന എലമെന്റിന്റെ ഓർബിറ്റിലുള്ള എലമെന്റ്സുകൾ, ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സ്, ഓർബിറ്റിലുള്ള എലമെന്റ്സുകളുടെ എണ്ണം ഡിസ്റ്റിങ്ക്ട് ആയിരിക്കുമല്ലോ. നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ്, അത് ഡിസ്റ്റിങ്ക്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ട്, ഡിസ്റ്റിങ്ക്ട് ആയിരിക്കുമല്ലോ, സെറ്റിനകത്തുള്ള എലമെന്റ്സ് ഡിസ്റ്റിങ്ക്ട് ആയിരിക്കുമല്ലോ. number of elements of orbit of I യും number of left cosets of, അങ്ങനെ ശ്രദ്ധിക്കാം, number of left cosets of stabilizer of I യും number of elements of orbit of I യും സെയിം എന്ന് കാണിക്കാം. ഇവിടെ രണ്ട് സെറ്റുകളല്ലേ ഇത് രണ്ടും,
അല്ലെ? ലെഫ്റ്റ് കോസെറ്റ്സിന്റെ കളക്ഷൻ ഒരു സെറ്റാണ്. ശ്രദ്ധിക്കണം, ലെഫ്റ്റ് കോസെറ്റ്സിന്റെ കളക്ഷൻ, ഇത് മൊത്തത്തിൽ പറയണം. ലെഫ്റ്റ് കോസെറ്റ്സിലെ എലമെന്റ്സ് അല്ല, നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്ട് ലെഫ്റ്റ് കോസെറ്റ്സ് ഓഫ് സ്റ്റെബിലൈസർ ഓഫ് ജി എന്നാണ്, സ്റ്റെബിലൈസർ ഓഫ് ഐ എന്നാണ്. അപ്പൊ സ്റ്റെബിലൈസർ സബ് ഗ്രൂപ്പിന്റെ ഡിസ്റ്റിങ്ക്ട് കോസെറ്റ്സുകളുടെ എണ്ണം, അതായത് ഡിസ്റ്റിങ്ക്ട് കോസെറ്റ്സുകളൊക്കെ ചേർത്തിട്ട് ഞാനൊരു സെറ്റ് എ എന്ന് വിളിച്ചാൽ, ഡിസ്റ്റിങ്ക്ട് കോസെറ്റ്സുകളെ ചേർത്ത് ഞാനൊരു സെറ്റ് എ എന്ന് വിളിച്ചാൽ, ആ എയിലെ എലമെന്റ്സുകളുടെ എണ്ണവും, ഓർബിറ്റ് ഒരു സെറ്റ് ആണെന്ന് നമുക്കറിയാലോ, ഓർബിറ്റ് ഓഫ് ഐ എന്ന ഒരു സെറ്റ് ആണെന്ന് അറിയാലോ, ആ സെറ്റിലെ എലമെന്റ്സുകളുടെ എണ്ണവും സെയിം ആയിരിക്കണം. ശരിയല്ലേ? അപ്പോ സ്റ്റെബിലൈസർ സബ് ഗ്രൂപ്പിന്റെ ഡിസ്റ്റിങ്ക്ട് ലെഫ്റ്റ് കോസെറ്റ്സുകളുടെ എണ്ണവും ഓർബിറ്റ്സിന്റെ എലമെന്റ്സുകളുടെ എണ്ണവും സെയിം ആണെന്ന് കാണിക്കണം. അപ്പൊ നിങ്ങൾ സ്റ്റെബിലൈസർ ഓഫ് ഐ ഇൻ ജി അല്ല, അതല്ല സെയിം എന്ന് കാണിക്കണ്ടെങ്കിൽ ആ പടം പോയി, അത് മനസ്സിലാക്കി അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞു. നിങ്ങൾ ടെക്സ്റ്റിൽ അങ്ങനെ വായിച്ചാൽ ചിലപ്പോൾ അങ്ങനെ തോന്നിപ്പോകും. പക്ഷെ ഇത് മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്, നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്ട് ലെഫ്റ്റ് കോസെറ്റ്സ് ഓഫ് സ്റ്റെബിലൈസർ ഓഫ് ഐ ഇൻ ജി. സ്റ്റെബിലൈസർ ഓഫ് ഐ ആകുന്ന സബ് ഗ്രൂപ്പിന്റെ ഡിസ്റ്റിങ്ക്ട് ലെഫ്റ്റ് കോസെറ്റ്സുകളുടെ എണ്ണവും ഓർബിറ്റ് ഓഫ് ഐയിലെ എലമെന്റ്സുകളുടെ എണ്ണവും സെയിം ആണെന്ന് കാണിക്കണം. എന്ന് വെച്ചാൽ നോക്കണേ, ഡിസ്റ്റിങ്ക്ട് ലെഫ്റ്റ് കോസെറ്റ്സിന്റെ കളക്ഷൻ ഞാൻ എ എന്ന് വിളിച്ചു. ഒരാൾ ഒന്ന് പറഞ്ഞു തന്നെ, ഇതിലെ ലെഫ്റ്റ് കോസെറ്റ്സുകൾ എങ്ങനെ ഇരിക്കും? സ്റ്റെബിലൈസർ ഓഫ് ഐ ഇൻ ജിയുടെ ലെഫ്റ്റ് കോസെറ്റ്സുകൾ എങ്ങനെ ഇരിക്കും? ആർക്കെങ്കിലും പറയാവോ? ലെഫ്റ്റ് കോസെറ്റ്സുകൾ എടുക്കുന്നത് എങ്ങനെയാ? ജി ഒരു ഗ്രൂപ്പും എച്ച് ഒരു സബ് ഗ്രൂപ്പും ആണെങ്കിൽ എങ്ങനെയാ ലെഫ്റ്റ് കോസെറ്റ്സ് എടുക്കണേ? ലെഫ്റ്റ് കോസെറ്റ്സ് ആരൊക്കെ ആയിരിക്കും? എച്ചിന്റെ ലെഫ്റ്റ് കോസെറ്റ്സുകളെ കളക്ഷൻ ഞാൻ ബി എന്നെടുത്താൽ അത് ആരൊക്കെ ആയിരിക്കും? ഒരു 10 ലെഫ്റ്റ് കോസെറ്റ്സ്, 10 വേണ്ട 5 ലെഫ്റ്റ് കോസെറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു 5 ലെഫ്റ്റ് കോസെറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടുത്തെ എലമെന്റ്സുകൾ എങ്ങനെ ഇരിക്കും? ഒരു A1H, ഒരു A2H, ഒരു A3H, ഒരു A4H, ഒരു A5H, ഇങ്ങനെ ആയിരിക്കില്ലേ? A1, A2, A3, A4 ഒക്കെ എവിടത്തെ എലമെന്റ്സാ? A1ഉം A2ഉം A3, A4ഉം A5ഉം ഒക്കെ ജിയിലെ എലമെന്റ്സ് ആണ്. അപ്പൊ കോസെറ്റ്സിന്റെ കളക്ഷൻ ഞാൻ ബി ആയിട്ട് എടുത്താൽ ഓരോ കോസെറ്റ്സും ഇരിക്കുന്ന സ്ട്രക്ചർ മനസ്സിലായല്ലോ. അപ്പോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ എ എന്ന സെറ്റ് സ്റ്റെബിലൈസർ ഓഫ് ഐന്റെ ഡിസ്റ്റിങ്ക്ട് ലെഫ്റ്റ് കോസെറ്റ്സ് ആയിട്ട് എടുത്താൽ ഇവിടത്തെ എയിലെ എലമെന്റ്സ് ആരൊക്കെ വരും? കോസെറ്റ്സ് വരും അല്ലേ? അപ്പൊ കോസെറ്റ്സ് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുക്കുന്ന എലമെന്റ് ഗ്രൂപ്പിലെ എലമെന്റ് ആണ്, കണ്ടില്ലേ? പിന്നെ അതിനെ സബ് ഗ്രൂപ്പ് കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പൊ ഇവിടത്തെ ഗ്രൂപ്പ് ജി ആണ്. അപ്പൊ ജിയിലെ ഒരു എലമെന്റ് എടുക്കണം. ജിയിലെ ഒരു എലമെന്റ് എങ്ങനെ ഇരിക്കും ഇവിടെ? ജിയിലെ എലമെന്റ്സ് ആരാണ്? ഫങ്ഷൻസ് ആണ്, പെർമ്യൂട്ടേഷൻസ് ആണ്. അപ്പൊ ഫൈ ഇൻറ്റു സ്റ്റെബിലൈസർ സബ് ഗ്രൂപ്പ്, ഇതല്ലേ ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്? എയിലെ എലമെന്റ്സുകളെല്ലാം ഫൈ എവിടത്തെ എലമെന്റ്സാ? ജിയിലെ എലമെന്റ്സാ. ശ്രദ്ധിക്കണം, ഞാൻ എന്താണ് ഇവിടെ എടുക്കുന്നത്? നമ്പർ ഓഫ്, നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്ട് ലെഫ്റ്റ് കോസെറ്റ്സ് ഓഫ് സ്റ്റെബിലൈസർ ഓഫ് ഐ ഈസ് സെയിം ആസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ഓർബിറ്റ്. അതിനു വേണ്ടിയിട്ട് ആദ്യം ഞാൻ ലെഫ്റ്റ് കോസെറ്റ്സ് ഓഫ് സ്റ്റെബിലൈസറിനെ എടുക്കുകയാണ്. ലെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഫൈ ഇൻറ്റു സ്റ്റെബിലൈസർ ഓഫ് ഐ ഇൻ ജി such that ഫൈ എവിടത്തെ എലമെന്റാ? ജിയിലെ എലമെന്റ്. ഇതെന്താണ്? അപ്പോൾ ജിയിലെ ആക്ച്വലി ഇതെന്ന് വെച്ചാൽ ഞാൻ ഫൈന് ഫൈ 1 കൊടുത്താൽ ജിയിലെ ഫൈ 1 എടുത്താൽ ഫൈ 1 സ്റ്റെബിലൈസർ അല്ലെ? ഫൈ 2 ഇൻറ്റു സ്റ്റെബിലൈസർ, അങ്ങനെയല്ലേ? കോസെറ്റ്സ് ആണ്. ഫൈ 3 ഇൻറ്റു സ്റ്റെബിലൈസർ, ഇങ്ങനെ ഇരിക്കുന്നേ. അപ്പോൾ എയിലെല്ലാം ഡിസ്റ്റിങ്ക്ട് ലെഫ്റ്റ് കോസെറ്റ്സ് മാത്രമേ ഉള്ളൂ. ലെറ്റ് എ ഈസ് ഈക്വൽ ടു
is the set of left cosets is the set of distinct left cosets. സെറ്റ് ആയതുകൊണ്ട് ഡിസ്റ്റിങ്ക്റ്റ് എന്ന വാക്ക് പറയേണ്ട ആവശ്യമില്ല. സെറ്റ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറയേണ്ട ആവശ്യമില്ല അല്ലേ? സെറ്റ് ആയതുകൊണ്ട് സെറ്റിലെ എലമെന്റ്സ് എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കുമല്ലോ, ഒരിക്കലും സെറ്റിനകത്തുള്ള എലമെന്റ്സ് റിപ്പീറ്റ് ചെയ്യില്ലല്ലോ. സെറ്റ് ഓഫ് ലെഫ്റ്റ് കോസെറ്റ്സ് ഓഫ് stabilizer of set of left cosets of stabilizer of I in G. So stabilizers of I ന്റെ ലെഫ്റ്റ് കോസെറ്റ്സിന്റെ കളക്ഷൻ ആണ് ഞാൻ എ എന്ന് എടുത്തിരിക്കുന്നത് അല്ലേ? നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ഈ എയിലെ എലമെന്റ്സുകളുടെ എണ്ണവും ഓർബിറ്റൽ എലമെന്റ്സുകളുടെ എണ്ണവും സെയിം ആണെന്നാണ് കാണിക്കേണ്ടത്. എയിലെ എലമെന്റ്സുകളുടെ എണ്ണവും ഓർബിറ്റൽ എലമെന്റ്സുകളുടെ എണ്ണവും സെയിം ആണെന്ന് കാണിക്കാൻ വേണ്ടി എന്ത് കാണിച്ചാൽ മതി? രണ്ട് സെറ്റിലെ എലമെന്റ്സുകളുടെ സെയിം ആണെന്നല്ലേ കാണിക്കുന്നത്. രണ്ട് സെറ്റിലെ എലമെന്റ്സുകൾ സെയിം ആണെന്ന് കാണിക്കാൻ വേണ്ടി എന്ത് കാണിച്ചാൽ മതി? രണ്ട് സെറ്റുകൾക്കിടയിൽ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ട് ആ ഫംഗ്ഷൻ 1 ആണെന്നും 2 ആണെന്നും പ്രൂവ് ചെയ്താൽ മതിയല്ലോ അല്ലേ? Now we have to prove that the 1 correspondence between the orbit of I and the number of distinct left coset of stabilizer of I. That is, we want to prove that there exists a function from A to orbit such that that function is both 1 and 2. Now we define t, ഫംഗ്ഷന്റെ പേര് t എന്നാണ് എടുക്കുന്നത്. t from എവിടെ നിന്ന് അങ്ങോട്ടാ? A യിൽ നിന്ന് ഓർബിറ്റ് ഓഫ് I. ഓർബിറ്റിലോട്ട് ഐന്റെ ഓർബിറ്റിലോട്ട് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യും ബൈ t ഓഫ് എയിലെ ഒരു എലമെന്റ് എടുക്കുക. എയിലെ ഒരു എലമെന്റ് എങ്ങനെ ഇരിക്കും? ഫൈ ഇൻറ്റു സ്റ്റെബിലൈസർ ഓഫ് I in G അല്ലെ? അതാണ് എയിലെ എലമെന്റ് ഇസ് ഈക്വൽ ടു ഓർബിറ്റ് ഓഫ് I. ഓർബിറ്റ് ഓഫ് ഐയിലെ ഇമേജസ് ആരാണ്? ഞാനിവിടെ ഫൈ എന്ന് എടുക്കും. ഓർബിറ്റിന്റെ ഡെഫിനിഷൻ അറിയാലോ. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇത് എവിടത്തെയാ? ഇത് എയിലെ ഒരു എലമെന്റ് ആണ് ഇതായിരിക്കുന്നത്. കാരണം എ എന്ന് വെച്ചാൽ കോസെറ്റ്സിന്റെ കളക്ഷൻ ആണ്. ഓർബിറ്റിലെ ഒരു എലമെന്റ് ആണ് ഇതാ ഫൈ ആയി ഇരിക്കുന്നത്. ഈ ഫംഗ്ഷൻ ക്ലിയർലി ഫൈ ഈസ് വെൽ ഡിഫൈൻഡ്. ക്ലിയർലി ടി ഈസ് വെൽ ഡിഫൈൻഡ്. Clearly T is well defined function. ഇനി ഈ ഫംഗ്ഷൻ 1 ആണെന്നും 2 ആണെന്നും പ്രൂവ് ചെയ്യുമ്പോൾ ഈ രണ്ട് സെറ്റിലും സെയിം നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടാവുമല്ലോ. അപ്പോ 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ എന്താ അസ്യൂം ചെയ്യണം? ഫസ്റ്റ് എന്താ അസ്യൂം ചെയ്യണം? 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ ടി അല്ലേ 1 ആണെന്ന് പ്രൂവ് ചെയ്യണ്ടേ? ടി 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ടി ഓഫ് ആൽഫ ഇൻറ്റു സ്റ്റെബിലൈസർ ഓഫ് I in G is equal to T of beta into stabilizer of I in G അല്ലേ? ശരിയാണോ? ആൽഫയും ബീറ്റയും എവിടുത്തെ എലമെന്റ്സ് ആണ്? ജിയിലെ എലമെന്റ്സ് ആണ്. ആൽഫയും ബീറ്റയും ജിയിലെ എലമെന്റ് ആകുമ്പോൾ ആൽഫ ഇൻറ്റു സ്റ്റെബിലൈസർ ഓഫ് I in G, ബീറ്റ ഇൻറ്റു സ്റ്റെബിലൈസർ ഓഫ് I in G യും ലെഫ്റ്റ് കോസെറ്റുകളായിരിക്കും. അപ്പൊ രണ്ട് ലെഫ്റ്റ് കോസെറ്റ്സുകളുടെ ഇമേജസ് സെയിം ആണെന്ന് അസ്യൂം ചെയ്യും. അപ്പോ ഇതെന്താണ്? ഇതല്ലേ ആൽഫ I. ഡെഫിനിഷൻ അങ്ങനെയല്ലേ പറയാം? നോക്കട്ടെ, ഡെഫിനിഷൻ പറയണ എങ്ങനെയാ? ടി ഓഫ് ഫൈ ഇൻറ്റു സ്റ്റെബിലൈസർ ഓഫ് I ഈസ് ഫൈ I. അപ്പോൾ ആൽഫ ഇൻറ്റു സ്റ്റെബിലൈസർ ഓഫ് I, ടി ഓഫ് ആൽഫ ഇൻറ്റു സ്റ്റെബിലൈസർ ഓഫ് I ഈസ് ആൽഫ I. ടി ഓഫ് ബീറ്റ ഇൻറ്റു സ്റ്റെബിലൈസർ ഓഫ് I ഈസ് ബീറ്റ I. ആൽഫ I ഈസ് ഈക്വൽ ടു ബീറ്റ I അല്ലേ? ആൽഫ I ഈസ് ഈക്വൽ ടു ബീറ്റ I.
ഞാൻ രണ്ട് സൈഡ് ആൽഫ ഇൻവേഴ്സ് അല്ലെങ്കിൽ ആൽഫ ഇൻവേഴ്സ് അല്ലെങ്കിൽ ബീറ്റ ഇൻവേഴ്സ് ഓപ്പറേറ്റ് ചെയ്താലോ? ബീറ്റ ഇൻവേഴ്സ് ഇൻറ്റു ആൽഫ ഫൈ ഈസ് ഈക്വൽ ടു ബീറ്റ ഇൻവേഴ്സ് ഇൻറ്റു ബീറ്റ ഫൈ. ഇത് ബീറ്റ ഇൻവേഴ്സ് ആൽഫ ഫൈ ഈസ് ഈക്വൽ ടു ബീറ്റ ഇൻവേഴ്സ് ബീറ്റ ഈസ് ഈക്വൽ ബീറ്റ ഇൻവേഴ്സ് ബീറ്റ ഐഡന്റിറ്റി അല്ലേ? ഫൈ ആവൂലേ? ഐഡന്റിറ്റി അല്ലേ? ഹൈ ആവും അല്ലേ? അപ്പൊ അപ്പളെ ബീറ്റ ഇൻവേഴ്സ് ആണ് ഓപ്പറേറ്റ് ചെയ്തത് അല്ലേ? ഇവിടെ ബീറ്റ ഇൻവേഴ്സ് ആൽഫ ഐ ഇസ് ഈക്വൽ ടു ഐ ആണെങ്കിൽ ഐന്റെ ഇമേജ് ഐ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? ബീറ്റ ഇൻവേഴ്സ് ആൽഫ എന്ന് പറഞ്ഞൊരു പെർമ്യൂട്ടേഷൻ ആണ്, കാരണം ജി ഗ്രൂപ്പ് ആയതുകൊണ്ട്. ഒരു പെർമ്യൂട്ടേഷനിൽ ഐന്റെ ഇമേജ് ഐ തന്നെ വന്നാൽ ആ പെർമ്യൂട്ടേഷൻ എവിടെ ഉണ്ടാവും? ആ പെർമ്യൂട്ടേഷൻ എവിടെ ഉണ്ടാവും? സ്റ്റെബിലൈസറുകൾ ഉണ്ടാവും എന്നല്ലേ നമ്മുടെ ഡെഫിനിഷൻ പറയണേ? ഐന്റെ ഇമേജ് ഐ തന്നെ വന്നാൽ ആ എലമെന്റ് എവിടെ ഉണ്ടാവും അല്ലേ? നമ്മൾ എപ്പോഴാ ഫൈ എന്ന എലമെന്റ് സ്റ്റെബിലൈസർ ഉണ്ടെന്ന് അവകാശപ്പെടുന്നത് എപ്പോഴാണ്? ഫൈ എന്ന എലമെന്റ് സ്റ്റെബിലൈസറുകൾ ഉണ്ടെന്ന് നമ്മൾ അവകാശപ്പെടുന്നത് ഫൈ ഓഫ് ഐ ഇസ് ഈക്വൽ ടു ഐ ആവുമ്പോഴാണ്. ശരിയാണോ? അപ്പോൾ ബീറ്റ ഇൻവേഴ്സ് ആൽഫ ഐ ഇസ് ഈക്വൽ ടു ഐ ആയതുകൊണ്ട് ബീറ്റ ഇൻവേഴ്സ് ആൽഫ സ്റ്റെബിലൈസർ ഉണ്ടാവും. ഇനി സ്റ്റെബിലൈസർ സബ് ഗ്രൂപ്പ് അല്ലേ? സ്റ്റെബിലൈസർ സബ് ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ റിസൾട്ട് പഠിച്ചിട്ടുണ്ടല്ലോ. ബി ഇൻവേഴ്സ് എ element of H if and only if AH is equal to BH. ഓർമ്മയുണ്ടോ? നമ്മൾ കോസറ്റിന്റെ പ്രോപ്പർട്ടി പഠിച്ചതാണ്. ബീറ്റ ഇൻവേഴ്സ് എലമെന്റ് ഓഫ് എച്ച് ആണെങ്കിൽ AH is equal to BH എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എനിക്ക് എന്ത് പറയാം? ആൽഫ ഇൻറ്റു ഇവിടെ എച്ചിന്റെ പ്ലേസിൽ സ്റ്റെബിലൈസർ ആണ്. Stabilizer of ing is equal to beta into stabilizer of ing. ഓർമ്മയുണ്ടോ? ബീറ്റ ബി ഇൻവേഴ്സ് എലമെന്റ് ഓഫ് എച്ച് ഇഫ് ആൻഡ് ഓൺലി ഇഫ് AH is equal to BH എന്ന പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ടാണ്. ഇവിടെ എച്ചിന്റെ പ്ലേസിൽ സ്റ്റെബിലൈസർ ഓഫ് ing ആണ്. സ്റ്റെബിലൈസർ ഓഫ് ing സബ് ഗ്രൂപ്പ് ആണ്. ആൽഫ ഇൻറ്റു സ്റ്റെബിലൈസർ ഓഫ് ing is equal to ബീറ്റ ഇൻറ്റു സ്റ്റെബിലൈസർ ഓഫ് ing. എത്തിയില്ലേ? നമുക്ക് ടി എക്സ് is equal to ടി വൈ എന്ന് അസ്യൂം ചെയ്തിട്ട് എക്സ് is equal to വൈയിൽ എത്തിച്ചേർന്നല്ലോ. അപ്പൊ എന്ത് പറയാം? ഹെൻസ് ടി ഈസ് 1 ടി ഈസ് എ 1-to-1 ഫംഗ്ഷൻ. ഇനി ഓൺ ടു പറയണമല്ലോ അല്ലെ? നമ്മൾ എവിടെ നിന്ന് എങ്ങോട്ടാ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ടീനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എയിൽ നിന്ന് ഓർബിറ്റ് ഓഫ് ഐ എൻ ജിയിലോട്ടാണ്. എ എന്ന് വെച്ചാൽ ആരാണ്? സ്റ്റെബിലൈസർ ഓഫ് ഐ എന്ന സബ് ഗ്രൂപ്പിന്റെ ഡിസ്റ്റിങ്ക്ട് ലെഫ്റ്റ് കോസെറ്റ്സിന്റെ കളക്ഷൻ ആണ്, അല്ലെങ്കിൽ ലെഫ്റ്റ് കോസെറ്റ്സിന്റെ കളക്ഷൻ ആണ് എ. അപ്പോ എങ്ങനെ ഡിഫൈൻ ചെയ്തു? ഒരു ലെഫ്റ്റ് കോസെറ്റിന്റെ ഇമേജ് എന്ന് വെച്ചാൽ ഐന്റെ, നമ്മളിവിടെ ഇമേജ് വരേണ്ട സെറ്റ് ഓർബിറ്റ് ആയതുകൊണ്ട് അവിടെ വരുന്നതൊക്കെ എസ്സിലെ എലമെന്റ്സ് ആണ്. അപ്പോൾ ഐന്റെ ഇമേജ് അതെല്ലാം എസ്സിലുള്ള എലമെന്റ് ആയിരിക്കുമല്ലോ. ഇനി ഓൺ ടു പറയണം. ഓൺ ടു പറയാൻ വേണ്ടി എന്ത് ചെയ്യാം? ഓൺ ടു പറയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഓർബിറ്റിലെ ഒരു എലമെന്റ് എടുക്കും. ഓർബിറ്റിലെ ഒരു എലമെന്റ് എടുത്തേ. രണ്ടാമത് ഓൺ ടു പറയാൻ വേണ്ടിയിട്ട് ലെറ്റ് ജെ എലമെന്റ് ഓഫ് ഓർബിറ്റ് ഓഫ് ഐ എൻ ജി. അപ്പൊ ഓർബിറ്റിന്റെ പ്രത്യേകത എന്താണ്? ജെ ഓർബിറ്റിലുണ്ടെങ്കിൽ ഓർബിറ്റിന്റെ ഡെഫിനിഷൻ എന്താണ്? ഓർബിറ്റ് ഓഫ് ഐ എൻ ജി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ ഫൈ ഓഫ് ഐ സച്ച് ദാറ്റ്. അപ്പോ ഫൈ ഓഫ് ഐ ഇസ് ഈക്വൽ ടു, ഇവിടെ ഫൈ ഓഫ് ഐന്റെ പ്ലേസിലല്ലേ ആര് വന്നിരിക്കുന്നത്? ജെ വന്നിരിക്കുന്നത്. അപ്പൊ ജെ വന്നിരിക്കുന്നുവെങ്കിൽ ആരുടെയോ ഒരാളുടെ ഫൈ ഇമേജ് ആണ് ജെ, അങ്ങനെയല്ലേ? then there exists ഒരു ആൽഫ ഇൻ ജി such that അല്ലെ ആൽഫ ഫൈ ജിയിലുള്ള ഏതോ ഒരു പെർമ്യൂട്ടേഷന്റെ
ജിയിലുള്ള ഏതോ ഒരു പെർമ്യൂട്ടേഷൻ അല്ല ഏതോ ഒരു പെർമ്യൂട്ടേഷൻ ആൽഫയുടെ ഐ എന്ന എലമെന്റിന്റെ ഇമേജ് ആണ് ജെ. കാരണം ഓർബിറ്റ് ഓഫ് ഐ അല്ലേ പറഞ്ഞിരിക്കുന്നത്. ആൾസോ നമുക്കറിയാലോ ടി ഓഫ്, ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ആൽഫ ജിയിൽ എലമെന്റ് ആണെങ്കിൽ ആൽഫ ഇൻറ്റു സ്റ്റെബിലൈസർ ഓഫ് ജി എവിടത്തെ എലമെന്റ് ആയിരിക്കും? ദാറ്റ് ഈസ് ആൽഫ ഇൻറ്റു സ്റ്റെബിലൈസർ ഓഫ് ജി എവിടത്തെ എലമെന്റ് ആയിരിക്കും? ആൽഫ ഇൻറ്റു സ്റ്റെബിലൈസർ ഓഫ് ഐ ഇൻ ജി എവിടത്തെ എലമെന്റ് ആയിരിക്കും? അത് എയിലൊരു പെർമ്യൂട്ടേഷൻ ആയിരിക്കും അല്ലെ. ആൻഡ് വാട്ട് ഈസ് ടി ഓഫ് ആൽഫ സ്റ്റെബിലൈസർ ഓഫ് ഐ? അതാരാണ്? അത് ആൽഫ ഓഫ് ഐ അല്ലേ. ആൽഫ ഓഫ് ഐ ആരാണ്? ആൽഫ ഓഫ് ഐ ആരാണ്? ആൽഫ ഓഫ് ഐ അല്ലേ നമ്മൾ ജെ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏതോ ഒരു ജെ ഓർബിറ്റിൽ നിന്ന് എടുത്തപ്പോ ആ ജെക്ക് ഒരു പ്രീ ഇമേജ്, ഒരു കോസെറ്റ് എവിടെ ഉണ്ടെന്ന് കിട്ടി? എയിൽ ഉണ്ടെന്ന് കിട്ടി. അപ്പൊ ഈ ഫംഗ്ഷൻ എന്തായി? ഇറ്റ് ഇംപ്ലൈസ് ടി ഈസ് ഓൺ ടു. അപ്പൊ ടി ഓൺ ടു ആയല്ലോ. അപ്പോ ടി എവിടെ നിന്ന് എങ്ങോട്ടുള്ള ഫംഗ്ഷൻ ആയിരുന്നു? ദാറ്റ് ഈസ് ടി ഫ്രം that is t from എവിടെ നിന്ന് എങ്ങോട്ടുള്ളതാ? എയിൽ നിന്ന് ഓർബിറ്റ് ഓഫ് ഐ ലേക്കുള്ള ഫംഗ്ഷൻ ആയിരുന്നു. അത് 1 1 1 2 ആയല്ലോ. അപ്പൊ ഒരു സെറ്റിൽ നിന്ന് മറ്റേ സെറ്റിലേക്കുള്ള ഫംഗ്ഷൻ 1 1 1 2 ആണെങ്കിൽ രണ്ട് സെറ്റിലുമുള്ള എലമെന്റ്സുകളുടെ എണ്ണം എന്തായിരിക്കും? രണ്ട് സെറ്റിലുമുള്ള എലമെന്റ്സുകളുടെ എണ്ണം സെയിം ആയിരിക്കുമല്ലോ. ശരിയല്ലേ? നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ഓർബിറ്റ് ഓഫ് ഐ. അപ്പോ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്ട്, നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ എന്ന് വെച്ചാൽ ആരാണ്ട്? നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്ട് ലെഫ്റ്റ് കോസെറ്റ്സ് ഓഫ് ഓർബിറ്റ് അല്ലേ. നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്ട് ലെഫ്റ്റ് കോസെറ്റ്സ് ഓഫ് number of distinct left cosets of number of distinct left cosets of stabilizer of I in G. അതാണല്ലോ എയിലെ എലമെന്റ്സുകളുടെ എണ്ണം. എയിലെ എലമെന്റ്സുകളുടെ എണ്ണവും സ്റ്റെബിലൈസർ ഓഫ് ഐ ഇൻ ജിയിലെ ഡിസ്റ്റിങ്ക്ട് ലെഫ്റ്റ് കോസെറ്റ്സുകളുടെ എണ്ണവും സെയിം ആണ്. is equal to number of orbit of I in G. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നോക്കിയേ ഇക്വേഷൻ നമ്പർ 2 നോക്കിയേ. ഇക്വേഷൻ നമ്പർ 2 അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? ഇക്വേഷൻ നമ്പർ 2 റൈറ്റ് സൈഡിന് നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്ട് ലെഫ്റ്റ് കോസെറ്റ്സ് എന്നല്ലേ? ഇത് ഇൻഡെക്സ് എന്നല്ലേ? ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്ട് ലെഫ്റ്റ് കോസെറ്റ്സ് എന്നല്ലേ? അപ്പോ ഇക്വേഷൻ നമ്പർ 2ന്റെ റൈറ്റ് സൈഡിൽ ഇതിന് പകരം എന്ത് എഴുതാം? ഇത് ഇക്വേഷൻ നമ്പർ 2ന്റെ റൈറ്റ് സൈഡ് എന്ന് വെച്ചാൽ ഇത്രയും എന്താണ്? ഇതിനെ വായിക്കുന്ന സ്റ്റെബിലൈസർ ഓഫ് ഐ ഇൻ ജി എന്നാണ്. സോറി, ഇതിനെ വായിക്കുന്ന ഇൻഡെക്സ് ഓഫ് സ്റ്റെബിലൈസർ ഓഫ് ഐ ഇൻ ജി എന്നാണ്. ഇൻഡെക്സ് ഓഫ് സ്റ്റെബിലൈസർ എന്ന് വെച്ചാൽ എന്താണ്? ഇൻഡെക്സ് എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്ട് ലെഫ്റ്റ് കോസെറ്റ്സ് എന്നല്ലേ? അപ്പോ ഇക്വേഷൻ നമ്പർ 2ന്റെ റൈറ്റ് സൈഡിൽ എന്താണ്? ഇസ് ദ നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്ട് ലെഫ്റ്റ് കോസെറ്റ് ഓഫ് സ്റ്റെബിലൈസർ ഓഫ് ഐ. ഇക്വേഷൻ നമ്പർ 2ന്റെ റൈറ്റ് സൈഡ് നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്ട് ലെഫ്റ്റ് കോസെറ്റ്സ് ഓഫ് സ്റ്റെബിലൈസർ ഓഫ് ഐ. അപ്പോ അതല്ലേ എത്രയെന്ന് കിട്ടിയിരിക്കുന്നത്? ഓർബിറ്റ് ഓഫ് ഐയിലെ എലമെന്റ്സുകളുടെ എണ്ണം എന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ നമ്പർ 2 എങ്ങനെ ചേഞ്ച് ആവും? Then equation number 2 becomes order of G by order of stabilizer of I in G is equal to എന്തായി? orbit of I in G ആയി. അപ്പോൾ എന്താവുന്നു? ഇപ്പോൾ എന്തായി? that is order of number of elements of G is equal to number of elements of stabilizer of I in G into number of elements of orbit of I in G. This is the orbit stabilizer theorem.